പുലർച്ചെ എഴുന്നേറ്റ് ചേട്ടനും പിള്ളേർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കി ഞാൻ പണിക്ക് പോകാനായി തയ്യാറെടുത്തു. ഇപ്പോൾ വീട്ടിലും ഞാൻ വെട്ടുതുണിയാണ് ഇടുന്നത്. അതുകൊണ്ട് തുണി മാറ്റേണ്ട ആവശ്യം വന്നില്ല. ലുങ്കി ഒന്ന് അഴിച്ചു കുത്തി ബ്ലൗസൊക്കെ ഒന്ന് നേരെയാക്കി മുടിയും വാരിക്കെട്ടി. ഒരു പൊട്ടും കൂടി കുത്തിയേക്കാം എന്ന് പറഞ്ഞ് സിന്ദൂരം എടുത്ത് തൊട്ടു. വട്ടത്തിലൊരു പൊട്ട് കുത്തി. ബക്കറ്റും കത്തിയും എടുത്ത് കത്തിക്ക് മൂർച്ച കുറവാണ്. അതൊന്ന് പൊടിക്കല്ലിട്ട് രാക്കി മിനുക്കി ബക്കറ്റിലേക്ക് തോർത്തും എടുത്ത് ഇട്ട് ടോർച്ചും എടുത്ത് പോകാൻ ഇറങ്ങി. അപ്പോഴാണ് ഓർക്കുന്നത് മുതലാളിയുടെ ഒരു ഡ്രസ്സ് തൻ്റെ കയ്യിലായിരുന്നു. അത് ഒന്ന് നോക്കി. സാധനം ഇവിടെ തന്നെ ഉണ്ട്. ഇന്നാണെങ്കിൽ മുതലാളി ഇല്ലാത്ത ദിവസമാണ്. എനിക്ക് ആകെയുള്ള ഒരു ആശ്രയം ഈ ഡ്രസ്സ് മാത്രമാണ്. അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ മുതലാളിയുടെ കൂടെ കുഞ്ഞു കുഞ്ഞു കളികൾ കളിച്ച കാര്യം ഓർമ്മ വന്നു. ഇന്ന് ഞാൻ എന്ത് ചെയ്യും? മുതലാളി ഇല്ലാലോ. ഞാനാണെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചരുവവും കുലുക്കി കുലുക്കി ഇത് ആലോചിച്ച് നടക്കാൻ തുടങ്ങി. തോട്ടത്തിൽ ഏറ്റവും രാവിലെ പോയാലേ പാല് കിട്ടുകയുള്ളൂ. ഞാൻ തോട്ടത്തിലെത്തി. അങ്ങിങ്ങായി കുറച്ച് ലൈറ്റ് വെട്ടം കാണാം. ഞാൻ ബക്കറ്റ് താഴെ വെച്ച് തോർത്തെടുത്ത് തലയിൽ കെട്ടി ബക്കറ്റിൽ നിന്ന് എൻ്റെ രാവിലത്തെ പൊതി എടുത്തു വെച്ചു. ബക്കറ്റ് കയ്യിൽ പിടിച്ച് വെട്ടാൻ തുടങ്ങി. ഞാൻ ഓരോ മരം വെട്ടുമ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞു കുഞ്ഞു പഞ്ഞിക്കെട്ടുകൾ കുലുങ്ങാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചു, എൻ്റെ പഞ്ഞിക്കെട്ടുകൾ ആദ്യം ഇത്ര വലുപ്പത്തിലല്ലായിരുന്നു ഞാൻ കൊണ്ടു നടന്നത്. പക്ഷേ ഓരോന്നും ആലോചിച്ച് ഈ മുതലാളിയുടെ ഒരു കഴിവ് അപാരം തന്നെ. ഞാൻ തോട്ടത്തിൽ ചെന്നാൽ പിന്നെ എൻ്റെ പഞ്ഞിക്കെട്ടുകൾ മുതലാളി എടുത്ത് കളിക്കും. അതൊക്കെ ആലോചിച്ചപ്പോൾ അങ്ങ് കുളിര് കോരി. എനിക്ക് ചെറുതായി. ഇതെല്ലാം ആലോചിച്ചപ്പോൾ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുതലാളിയുടെ വസ്ത്രമെടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിൽ ഞെക്കി ഞെക്കി നിൽക്കുമ്പോൾ മുതലാളിയെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ഓരോന്നും ആലോചിച്ച് കുറച്ചും കൂടി വെട്ടാൻ തുടങ്ങി. ഈ വെട്ട് കഴിഞ്ഞിട്ട് വേണം ഷീറ്റ് പുരയിലെ പണിയും കൂടി ഞാൻ എടുക്കണം. ഷീറ്റ് അടിക്കാൻ പഠിപ്പിക്കാൻ സുഗതൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്ന് തോട്ടത്തിൽ നിന്ന് പോകുമ്പോൾ മിക്കവാറും രാത്രിയാകും. മുതലാളി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ വെട്ടുന്ന കൂടെ ചിന്തിച്ച് നേരം പോയത് അറിഞ്ഞില്ല. 8 മണിയായി. വെട്ട് ഏകദേശം കഴിഞ്ഞു. ഞാൻ കാപ്പി കുടിക്കാനിരുന്നു. വേഗം തന്നെ കാപ്പി കുടിച്ചിട്ട് മിച്ചമുണ്ടായിരുന്ന റബ്ബർ കൂടെ വെട്ടി തീർത്തു. അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഇനി മുകളിലോട്ട് കയറിപ്പോകണ്ടേ? ആ സുഗതചേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മനസ്സിൽ ചിന്തിക്കുന്നതെയാണ് ഇടയ്ക്ക് നടക്കാറ്. അപ്പോൾ തന്നെ പുറകിൽ നിന്ന് ഒരു വിളി. സിന്ധു കൊച്ചേ, വെട്ട് കഴിഞ്ഞില്ലേ? നോക്കിയപ്പോൾ സുഗതൻ ചേട്ടൻ. ഞാനിപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടേ ഉള്ളൂ ചേട്ടനെക്കുറിച്ച്. എന്നെക്കുറിച്ചോ? പോ കൊച്ചേ. ആണ് മുതലാളി അല്ലേ പറഞ്ഞത് പുരയിലേക്ക് കൂടി ഷീറ്റ് ഇടാൻ പഠിപ്പിക്കുമെന്ന്. ഇന്നു മുതൽ തുടങ്ങിയേക്കല്ലേ? എന്നാ വാ, ഞാനങ്ങ് പഠിപ്പിച്ച് തന്നേക്കാം എന്ന് സുഗതൻ ചേട്ടൻ പറഞ്ഞു. ഞാൻ സുഗതൻ ചേട്ടനെ അടിമുടി ഒന്ന് നോക്കി. ഇയാൾക്ക് നല്ല ശരീരമുണ്ടല്ലോ, നല്ല ഉരുക്ക് പോലത്തെ മനുഷ്യൻ. മുതലാളി ഇല്ലെങ്കിൽ എന്താ, ഒന്ന് ഇയാളോടൊന്ന് അടുപ്പിച്ച് സംസാരിച്ചാലോ? ഞാൻ മനസ്സിൽ ചിന്തിച്ച്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരിക്കുന്ന പഞ്ഞിക്കെട്ടുകളൊക്കെ ഒന്ന് സുഗതൻ ചേട്ടൻ കാണുന്ന വിധത്തിൽ വെച്ച് കൊടുത്തു. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞോടി? ഞാനൊന്ന് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇനി ഈ റബ്ബറിൻ്റെ പാലും കൂടി എടുക്കണം. എന്നാൽ വേഗം പാലെടുത്തിട്ട് വാ. അതെന്താ? അവിടെ വന്നിട്ട് അവിടെയുണ്ടോ പാലെടുക്കാൻ? ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് നീ എടുത്താൽ കൂടൂല. സുഗതൻ ചേട്ടനും ഒന്ന് ഒപ്പിച്ചു പറഞ്ഞു. എടുത്തു നോക്കിയാലല്ലേ അറിയുള്ളൂ. നീ ഏതായാലും വാ അങ്ങോട്ടേക്ക്. ഞാൻ ഇന്ന് തീർത്തിട്ട് വരാം. അങ്ങനെ വേഗം പാലെടുക്കാൻ തുടങ്ങി. പാലും എടുത്തു കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ തോളിൽ തൂക്കിയിട്ടിരിക്കുന്ന തോർത്തൊന്ന് മാറ്റി പിടിച്ചു. ഏതായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇന്ന് ഞാൻ സുഗതൻ ചേട്ടൻ്റെ കൂടെ പോണത്. അങ്ങനെ ബക്കറ്റിലെ പാലുമായി ഞാൻ ഷീറ്റ് പുരയിലേക്ക് നടന്നു. ഞാൻ കയറി ചെന്നപ്പോൾ സുഗതൻ ചേട്ടൻ ഷർട്ടൊന്നും ഇടാതെ ഒരു ലുങ്കി മാത്രം എടുത്ത് തലയിൽ ഒരു കെട്ടും കെട്ടി ബീഡിയൊക്കെ വലിച്ച് നിന്ന് ഷീറ്റ് അടിക്കുന്നതാണ് കാണുന്നത്. ഞാൻ ചേട്ടനെ നോക്കിയൊന്ന് വെള്ളം ഇറക്കി. എൻ്റെ ചുവന്ന് തുടിച്ച ചുണ്ടുകളൊന്ന് കടിച്ചു.
എൻ്റെ സുഗതൻ ചേട്ടാ, ഞാൻ മനസ്സിൽ വിളിച്ചു. സുഗതൻ ചേട്ടൻ എന്നെ ഒന്ന് നോക്കി. ആഹാ, നീ വന്നോ? വേഗം വാ കൊച്ചേ, എനിക്ക് തീർത്തിട്ട് പോകണ്ടേ. അങ്ങ് എല്ലാവരും പണി കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ആഹാ കൊള്ളാലോ, എല്ലാവരും അപ്പോൾ പോയി അല്ലേ. ഇന്ന് സുഗതൻ ചേട്ടൻ ആയി ഇവിടെ നിൽക്കാം. ഓ, നേരത്തെ പോയിട്ട് എന്തിനാ, ഇന്ന് കുറച്ച് താമസിച്ചേ പോയാൽ മതി. ഇവിടെ നിൽക്ക്. നിന്നിട്ട് എന്തിനാ? പോയിട്ടിപ്പോൾ എന്തിനാ? നിന്നാൽ ഒരുപാട് ഗുണങ്ങളില്ലേ. എന്നെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നൂടെ? ഓ, അതുമാത്രമേ ഉള്ളൂ ഒരു ഗുണം. ഞാനൊന്ന് ചിരിച്ചിട്ട് ചോദിച്ചു. ഇപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്നാൽ മതിയോ? നീ ഒരു ജേഴ്സി പശു അല്ലേ, അതിൻ്റെ കറവക്കാരന് മാത്രമല്ലേ നീ കൊടുക്കൂ. നല്ല കറവക്കാരനാണെങ്കിലും ആർക്കും കറന്നെടുക്കാം. അതിപ്പം സുഗതൻ ചേട്ടനായാലും. സുഗതൻ ചേട്ടൻ ഒന്ന് അമർത്തി ചിരിച്ചു. അതും കേട്ട് അന്തം വിട്ട രീതിയിൽ സുഗതൻ ചേട്ടനൊന്ന് ബീഡി വലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നെ ഒന്ന് അടിമുടി ഒന്ന് നോക്കി. ഞാൻ തോർത്തൊന്ന് എടുത്ത് കഴുത്തിലെ വിയർപ്പ് തുടച്ചു. ഇപ്പം സുഗതൻ ചേട്ടന് ഞാൻ കൊണ്ടുവന്നിരുന്ന ആ പഞ്ഞിക്കെട്ടുകൾ വ്യക്തമായി കാണാമായിരുന്നു. സമയം കളയാതെ നീ ഇങ്ങ് വാടി. എന്നെ ഷീറ്റ് അടിക്കുന്ന മെഷീൻ്റെ അടുത്തേക്ക് ചേട്ടൻ വിളിച്ചു. എൻ്റെ മെഷീൻ്റെ അടുത്ത് നിർത്തിയിട്ട് ചേട്ടൻ എൻ്റെ പുറകിലായി നിന്നു. എൻ്റെ കൈ മെഷീനിൽ പിടിപ്പിച്ചു. മെഷീൻ കറക്കാൻ തുടങ്ങി. കറക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെറുതായി കറങ്ങാനും തുടങ്ങി. ഞാനതൊരു അവസരമാക്കി. പുറകിലേക്ക് ആയുമ്പോൾ എൻ്റെ ചരുവം ചേട്ടൻ്റെ കരിമൂർക്കനെ ലക്ഷ്യമാക്കി കൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കറങ്ങുമ്പോൾ ഓരോ കറക്കത്തിനും എൻ്റെ ചരുവം ചേട്ടൻ്റെ കരിമൂർക്കനെ തട്ടിക്കൊണ്ടിരുന്നു. ആ കറക്കം ഒന്നും കൂടി സ്പീഡാക്കി. എന്തോ അറിയില്ല, സുഗതൻ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന കരിമൂർക്കന് ദേഷ്യം പിടിച്ച് അത് പത്തി വിടർത്താൻ തുടങ്ങി. എനിക്കത് മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും സ്പീഡിൽ കറങ്ങാൻ തുടങ്ങി. എൻ്റെ പെണ്ണെ. സുഗതൻ ചേട്ടൻ പെട്ടെന്ന് സുഗതൻ ചേട്ടൻ്റെ കൈയെടുത്ത് എൻ്റെ പഞ്ഞിക്കെട്ടിൽ പിടിക്കാൻ തുടങ്ങി. അയാളുടെ ആ വലിയ കൈകൊണ്ട് എൻ്റെ പഞ്ഞിക്കെട്ടുകൾ അമർത്തി തുടങ്ങി. സുഗതൻ ചേട്ടൻ്റെ ആക്രാന്തത്തിൽ എൻ്റെ 2 പഞ്ഞിക്കെട്ടുകളും ഞാൻ അയാൾക്ക് മുന്നിൽ അങ്ങ് കാഴ്ചവെച്ച് കൊടുക്കുന്നത് പോലെയായി. അയാൾ അതെടുത്ത് അമ്മാനമാടാൻ തുടങ്ങി. മെഷീൻ കറങ്ങുന്നതോടൊപ്പം സുഗതൻ ചേട്ടൻ്റെ ഒരു കൈ മെഷീനിലും ഒരു കൈ തൻ്റെ ദേഹത്തു കൂടെ ഞാഞ്ഞ് പായുന്നതുമാണ്. എവിടേക്കോ തട്ടുന്നുമുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ വായിൽ നിന്ന് സുഗതൻ ചേട്ടാ എന്നൊരു വിളി വന്നു. നീ ഒച്ചയ്ക്ക് വിളിച്ചോടി, ഇവിടെ അങ്ങ് ആരും വരാൻ പോകുന്നില്ല. ഞാൻ കുറച്ചും കൂടെ ഉച്ചത്തിൽ വിളിച്ചു, എൻ്റെ സുഗതൻ ചേട്ടാ. പുലർച്ചെ എഴുന്നേറ്റ്